കയ്യിലൊരു കപ്പ് ചായയുമായി രമേശ് പുറത്തേക്ക് വരുമ്പോഴും ഹരി ഫോണിലാണ്. രമേശിനെ നോക്കി ഹരി ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് സംസാരിക്കുന്നത് തുടർന്നു. അവനെ നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് രമേശും ഹരിയുടെ അരികിൽ തന്നെയുള്ള ഒരു കസേരയിലേക്കിരുന്നു. കൂടുതൽ അങ്ങോട്ടൊന്നും പറയാതെ ഹരിയെല്ലാം മൂളി കേട്ടിരിപ്പാണ്. 5-10 മിനിറ്റ് നേരത്തെ സംസാരം. ഫോൺ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴത്തെയും പോലെ ഹരിയുടെ മുഖം നിറയെ നിരാശ. ആ ഭാവത്തിൽ അവനെ ഇടയ്ക്കിടെ കാണുന്നത് കൊണ്ടായിരിക്കും രമേശിനത് പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. അമ്മയാണോ? രമേശ് ചോദിച്ചു. നനുത്തൊരു മൂളൽ മാത്രം. പതിവ് പോലെ പരാതിയാവുമല്ലേ? ഹരി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. വർഷങ്ങളായി കേട്ടിട്ട് നിനക്കും പറഞ്ഞിട്ട് അവർക്കും മടുക്കാത്ത ഈ കലാപരിപാടി ഇനിയും എത്ര നാൾ തുടരേണ്ടി വരും ഹരി? ഓർത്തിട്ടുണ്ടോ നീയെ? രമേശ് അവനെ നോക്കി. ഹരി ഒരു നിമിഷം ഒന്നും മിണ്ടാതെ ഇരുന്നു. ഒരുപാട് തവണ ഞാനും അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇന്നും വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഹരി കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കാലുകൾ ബാൽക്കണിയുടെ റെയിലേക്ക് ഉയർത്തി വെച്ചു. രണ്ടു കൂട്ടരെയും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ ഹരി. നിന്റെ മനസ്സിലുള്ളത് അവർക്കോ അവരുടെ ആവശ്യം അതേ ഫീലോടെ നിനക്കോ മനസ്സിലാവാത്തിടത്തോളം ഈ കലാപരിപാടി ഇനിയും നീളത്തിൽ തുടരാനാണ് സാധ്യത. രമേശ് ഹരിയെ നോക്കി. അവൻ്റെ ചുണ്ടിലും ചിരിയാണ്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യാതെ ഒരു പ്രശ്നവും എവിടെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, രമേശ് ഹരിയെ ഓർമ്മിപ്പിച്ചു. അറിയാടോ, പക്ഷേ ആ പക്ഷയിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഇത്തിരി വാക്കുകൾ കിട്ടാതെ ഹരി ഒരു നിമിഷം പതറിപ്പോയി. രമേശ് പിന്നെയൊന്നും പറയാതെ കയ്യിലുള്ള ചായ കുടിച്ചുകൊണ്ട് താഴെ കാണുന്ന നഗരത്തിലേക്ക് നോക്കിയിരുന്നു. നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടാ ഞാൻ ഇത്രയും ദൂരെ എത്തിപ്പെട്ടത്. അവിടെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ശ്വാസം മുട്ടുന്ന ഫീല്. അങ്ങനെയാണ് ഹരിപ്രസാദ് ഒളിച്ചോടിയത്. ഇന്നും ആർക്കും അതൊരു ഒളിച്ചോട്ടമായിരുന്നു എന്നറിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. ഹരി ചിരിയോടെയാണ് പറയുന്നത്. രമേശ് ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി. പക്ഷേ അതായിരുന്നു ഏറ്റവും വലിയ വിഡ്ഢിത്തവും. എന്തിൽ നിന്നാണോ ഞാൻ ഒളിച്ചോടിപ്പോന്നത് ആ കാരണങ്ങളൊക്കെ തന്നെ എന്നേക്കാൾ മുന്നേ ഇവിടെ എത്തി എന്നെ കാത്തിരിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഓരോ നിമിഷവും എൻ്റെ കൂടെ തന്നെയുണ്ട്, ശ്വാസം മുട്ടിച്ചുകൊണ്ട്. ഹരി നെടുവീർപ്പോടെ അകത്തേക്ക് നോക്കി. ഓർമ്മകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഹരി. മറക്കാൻ ശ്രമിക്കുന്നിടത്തോളം കൂടുതൽ ചുറ്റി വരിഞ്ഞ് നമ്മളെ ശ്വാസം മുട്ടിക്കും. എന്നിട്ട് മാറിയിരുന്നിട്ട് കരയും. രമേശ് പതിയെ പറഞ്ഞു. ഹരിയും അത് തന്നെയാണ് ഓർത്തത്. ഇപ്പോഴും മറക്കാനായിട്ടില്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഒരുപാട് ശ്രമിച്ചു നോക്കി. മറക്കാനല്ല, മറന്നെന്ന് വെറുതെ അഭിനയിക്കാനെങ്കിലും. അതിനും പറ്റിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ചിരിയുടെ മുഖംമൂടി അണിഞ്ഞ് നടന്നാലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മകൾ ഓടി വന്നിട്ട് മടിയിലിരിക്കും. എല്ലാവരും നമ്മളെ ഉപദേശങ്ങളുടെ പെരുമഴയിൽ ഇറക്കി നിർത്തും ഹരി. എല്ലാം മറന്നു കളഞ്ഞേക്കെന്ന് തീർത്തും നിസ്സാരമായി പറയും. പക്ഷേ പറയുന്നത് പോലെ അതത്ര എളുപ്പമല്ലടോ. നീറ്റി നീറ്റി നമ്മളെ. രമേശിൻ്റെ ഒച്ചയടഞ്ഞു. ഹരി അലിവോടെ അവനെ നോക്കി. രമേശ് തന്നെ പറഞ്ഞു കൊടുത്തൊരു കഥയിലെ നായികയാവും അവൻ്റെ സ്വരമിടറാൻ കാരണമെന്നത് ഹരിക്കറിയാം. മറക്കാനാവുമായിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും ഇങ്ങനെ നീറില്ലല്ലോ ഹരി. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും രമേശ് എല്ലാം മറന്ന് ജീവിക്കുന്നവനാണ്. സ്നേഹനിധിയായ ഭാര്യ, നല്ല ശമ്പളമുള്ള ജോലി, സന്തുഷ്ട കുടുംബം. രമേശിൻ്റെ ശബ്ദത്തിലെ നിരാശയുടെ പൊള്ളൽ ഹരിക്ക് എളുപ്പത്തിൽ മനസ്സിലായി. ശിഖ മരിക്കുമ്പോൾ ഞങ്ങളുടെ പറഞ്ഞുറപ്പിച്ച കല്യാണത്തിന് വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എൻ്റെ തൊട്ടരികിൽ നിന്നാണ് അവളെ ആ അപകടത്തിൻ്റെ രൂപത്തിൽ വിധി തട്ടിയെടുത്തത്. എൻ്റെ 4 കൊല്ലത്തെ പ്രണയമായിരുന്നു ഹരി അവള്. ഹരിക്ക് അവൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു വിധിയാണ്, മറക്കണം, മനുഷ്യനാണ്, മാറണമെന്നൊക്കെ. അതിനിടയിൽ പുകയുന്ന മനസ്സുള്ള എന്നെ ആരും കണ്ടില്ലടോ. മറക്കാൻ പറഞ്ഞു, മറന്നു. അല്ല, മറന്നെന്ന് അഭിനയിച്ച് ഞാനിന്നും അവളുടെ ഓർമ്മകളിൽ പിടയുന്നു. അവൻ്റെ സ്വരം വളരെ നീർത്തു. ഹരിക്ക് അവൻ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വാസം പകരേണ്ടത് എന്നറിയാതെ പോയി. മീനാക്ഷിയുടെ നല്ല ഭർത്താവാണ് ഞാൻ. എൻ്റെ മോളുടെ നല്ല അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മകനാണ്. പക്ഷേ ഞാനാകുന്ന കുറച്ച് സമയങ്ങളിൽ ശിഖയെ സ്നേഹിച്ചു കൊല്ലുന്ന അവളുടെ പാവം രമേശേട്ടൻ കൂടിയാണ് ഹരി ഞാൻ. എനിക്കിന്നും അവളെ മറക്കാനായിട്ടില്ല. അവളുടെ ഓർമ്മകൾക്ക് വല്ലാത്ത ഭാരമാണടോ ചിലപ്പോൾ. എന്തോ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ മാത്രം ശക്തമായ ഭാരം.
ആരോടും എനിക്കത് പറയാൻ കൂടി ആവുന്നില്ല. രമേശ് കിതച്ചുപോയി. ഹരി അവനെ അലിവോടെ നോക്കി. ഷിഖിയുടെ ഓർമ്മയിൽ തട്ടിച്ചിതറാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോവാറില്ലെന്ന് ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കോ? നാട്ടിൽ നിന്നും ഞാൻ പോന്നത് അവളെ ഒന്ന് മറന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. രമേശ് ഹരിയെ നോക്കി. എനിക്കറിയാം രമേശ്. ഹരിയുടെ ശബ്ദം വളരെ നേർത്തു പോയിരുന്നു അത് പറയുമ്പോൾ. നിനക്ക് ചിലപ്പോൾ അത് മനസ്സിലായേക്കും. അനുഭവിക്കാത്തവർക്കൊന്നും ആ ഭാരത്തിൻ്റെ നോവറിയില്ല ഹരി. കുറ്റപ്പെടുത്തും, അത്ര തന്നെ. ഞാനെൻ്റെ ഭാര്യയോട് നീതികേട് കാണിക്കുന്നില്ല ഹരി. ഒരു ഭർത്താവിൻ്റെ കടമകളെല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും എൻ്റെ മനസാക്ഷി പോലും എന്നെ ചോദ്യം ചെയ്യാറുണ്ട്. ഉത്തരമില്ലാതെ ഞാൻ പകച്ചു നിന്ന് പോയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ ആഴം അവൻ സ്വന്തം വാക്കുകൾ കൊണ്ട് വരച്ച് കാണിക്കുന്നുണ്ട്. നേടാനാവാത്ത പ്രണയത്തിനെന്നും വല്ലാത്ത ഭാരം തന്നെയാണ്. ഓർക്കുമ്പോൾ നെഞ്ച് പൊടിയുന്ന വിങ്ങലാണ്. പ്രണയത്തിൻ്റെ ഭംഗി കൂടുതൽ അറിയാവുന്നത് നേടിയെടുത്തവർക്കല്ല, അത് നഷ്ടപ്പെട്ടവർക്കാണ്. രമേശ് അത് ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നത് പോലെ ഹരിയുടെ മുന്നിൽ തളർന്നിരുന്നു. ഒതുക്കുകല്ലുകളിൽ കയറി സീത ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോഴും കണ്ണൻ അവിടെയുണ്ട്. വാതിലിൽ മുട്ടി. കയ്യിലൊരു മെഴുകുതിരി വെട്ടത്തോടെ പാർവതി കടന്നു വരുന്നതും അത് കണ്ടിട്ടാണ് കണ്ണൻ പോയത്. എന്തായേടി ചേച്ചി, നമുക്ക് മാത്രം കറണ്ടില്ലേ? അകത്തേക്ക് കയറുന്നതിനിടെ സീത ചോദിച്ചു. പാർവതി ഒന്നും മിണ്ടാതെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്തെങ്കിലും കേടാണോ ആവോ? കുറേ നേരമായോ? കയ്യിലുള്ള ബാഗ് ടേബിളിൽ വെക്കുന്നതിനിടെ സീത വീണ്ടും ചോദിച്ചു. ഇതെന്താ മിണ്ടാതെ നിൽക്കുന്നേ? എന്താ? പാർവതിയുടെ നിൽപ്പ് കണ്ടിട്ട് അത്ര ശരിയല്ലെന്ന് തോന്നി സീത അവളുടെ നേരെ വന്നു. നീ ബില്ലടക്കാൻ കൊടുത്ത പൈസ അവൻ അടച്ചില്ലെന്ന്. അടഞ്ഞുപോയ ഒച്ചയിൽ പാർവതി അത് പറയുമ്പോൾ സീത ഞെട്ടിപ്പോയി. അടച്ചില്ലെന്നോ? പിന്നെ അവൻ ആ കാശ് എന്ത് ചെയ്തു? അവനുള്ളത് ഞാൻ വേറെ കൊടുത്തില്ലായിരുന്നോ? സീതയുടെ മുഖം മാറി തുടങ്ങി. എനിക്കൊന്നും അറിയില്ല സീതെ. ഉച്ചയ്ക്ക് ഇവിടെ വന്നൊരാൾ ബില്ലടച്ചില്ല, ഡേറ്റ് തെറ്റിയിട്ട് 2 ദിവസമായി, ഫ്യൂസ് ഊരാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞു. 10 രൂപ കയ്യിലില്ലാത്ത ഞാൻ എവിടുന്ന് 600 രൂപ ഉണ്ടാക്കി കൊടുക്കണേ? കടം ചോദിച്ചാൽ ആരും നമുക്ക് കാശ് തരില്ലെന്ന് അറിഞ്ഞൂടെ? പാർവതി പാതി കരച്ചിലൂടെയാണ് പറയുന്നത്. അവൻ എവിടെ എന്നിട്ട്? സീതയുടെ സ്വരം വല്ലാതെ മുറുകി. അടുക്കളയിലുണ്ട്. സീത തോളിൽ കിടന്ന ഷോള് വലിച്ച് മേശയിലേക്ക് എറിഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പിറകെ പാർവതിയും. അവളുടെ വരവും കാത്തെന്ന പോലെ ചുവരിൽ ചാരി അർജുൻ നിൽപ്പുണ്ട്. ബില്ലടക്കാൻ തന്ന കാശ് നീ എന്ത് ചെയ്തു അർജുൻ? സീത അവന് മുന്നിൽ ചെന്ന് നിന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അടച്ചോളാം. സീതയെ നോക്കാതെയാണ് ഉത്തരം. നീ ഇന്നതടയ്ക്കാതെ ആ കാശ് എന്ത് ചെയ്തു എന്നാണ് എൻ്റെ ചോദ്യം. ആദ്യം നീ അതിനുള്ള ഉത്തരം പറ. സീതയുടെ വാക്കുകൾ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ആ കാശ് അത് ഞാനൊരാവശ്യത്തിനു തിരിച്ചു. വിക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു തീരും മുന്നേ സീതയുടെ കൈകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ടടാ. ഞാനും മനുഷ്യനാണ്, എനിക്ക് നോവുന്നുണ്ട്. സീത അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. പാർവതി അവളെ തടഞ്ഞില്ല. ഞാനത് എങ്ങനെ ഒപ്പിച്ചു തന്നതാണെന്ന് ഒരിക്കലെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ അർജുൻ? എനിക്ക് ലക്ഷങ്ങളൊന്നും ശമ്പളം കിട്ടുന്നില്ല. വീണ്ടും സീത അവൻ്റെ തോളിലടിച്ചു. ആ കാശ് ഞാൻ തിന്നിട്ടൊന്നുമില്ല. നാളെയോ മറ്റന്നാളോ കിട്ടും. അർജുൻ അവളുടെ കൈകളിൽ തട്ടി മാറ്റി. കിട്ടും, കാത്തിരുന്നോ കുട്ടി സഖാവ്. സീത പുച്ഛത്തോടെ അവനെ നോക്കി. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നിരുന്നില്ലേ? ബില്ലടയ്ക്കേണ്ട അവസാന ഡേറ്റ് ആണെന്നും ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ? സീത വീണ്ടും അവൻ്റെ നേരെ ചെന്നു. അർജുൻ മിണ്ടാതെ നിന്നു. മിണ്ടാതെ നിന്നത് കൊണ്ടാകില്ല അർജുൻ, എനിക്കുത്തരം വേണം. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് ഒപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ എനിക്കുത്തരം നീ തന്നേ പറ്റൂ. സീത വീണ്ടും അവനെ പിടിച്ചു വലിച്ച് അവളുടെ നേരെ തിരിച്ചു. അത് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന്. അർജുൻ വിക്കിയാണ് അത് പറഞ്ഞത്. സീതയുടെ മുഖം അങ്ങേയറ്റം പുച്ഛത്താൽ കൂടിപ്പോയി. കൊള്ളാം, കുട്ടി സഖാവ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. നമ്മൾ ഇരുട്ടിലായാലും വേണ്ടില്ല, പാർട്ടി വളരണം, വളർന്നു പന്തലിക്കണം എന്നൊക്കെ കരുതിയ നിന്റെ മനസ്സത്ര വലുതാണ്. ഞാൻ അതറിയാതെ പോയല്ലോ. സീതയുടെ മുഖം വലിഞ്ഞു മുറുകി. നാണമുണ്ടോടാ നിനക്ക്? അവനൊരു സഖാവ് വന്നേക്കുന്നു. നിനക്കാ പേര് ചേരില്ലടാ. നേരും നെറിയുമുള്ള അനേകം ആളുകൾ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന പവിത്രമായൊരു പദവി ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന നിന്നെ പോലുള്ള നികൃഷ്ട ജീവികൾക്ക് ചേരില്ല. പാർട്ടിക്ക് വേണ്ടി സ്വയം അധ്വാനിച്ച് പലതും നേടിക്കൊടുത്തവർക്കുള്ള ചീത്തപ്പേരാണ് നീ. നല്ലൊരു മനുഷ്യനെങ്കിലും ആണോ അർജുൻ നീ? സീത അർജുന് നേരെ വിരൽ ചൂണ്ടി. അർജുൻ തല കുനിച്ചു. ഇത്ര പെട്ടെന്ന് ഫ്യൂസ് ഊരി കൊണ്ടുപോകുമെന്ന് അവൻ ഓർത്തതേയില്ലായിരുന്നു.
നാളെ കഴിഞ്ഞ് അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. അതിനിനി എവിടെ നിന്നുണ്ടാക്കുമെന്നോർത്ത് നടക്കുക. ഞാൻ ഇനി എങ്ങനെ ഇതുകൂടി? വാക്കുകൾ പോലും നഷ്ടം വന്നതുപോലെ സീത കുഴഞ്ഞ വെറും നിലത്തേക്കിരുന്നു പോയി.